Hi students, welcome to our class. നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുവാണ്, ശരിയല്ലേ? ആൻഡ് ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡയമെൻഷൻ ഓഫ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനെ കുറിച്ച് സംസാരിക്കാൻ പോവാ. ഓക്കെ, സോ ഹൗ ടു റെപ്രസെന്റ് ദ ഡയമെൻഷൻ? എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും ഫണ്ടമെന്റൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈമിൻ്റെയും കറന്റ്, then what about temperature, luminous intensity, amount of substance, ഇവരുടെയൊക്കെ പവർ ആയിട്ട് നമ്മളൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് കാണിച്ചാൽ that is called as the dimensional analysis. ആ ഇക്വേഷനെ നമ്മൾ പറയുന്ന പേര് ഡയമെൻഷണൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഡയമെൻഷൻ. ഓക്കെ, so we are generally using, നമ്മൾ commonly യൂസ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയായിരുന്നു? മാസ്, ലെങ്ത്, ടൈം. അവരുടെ പവേഴ്സ് ആയിട്ട് m റൈസ് ടു x, l റൈസ് ടു y, t റൈസ് ടു z ആയിട്ട് ഈ ഫോമിൽ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് എഴുതിയാൽ that is called as the dimension. അതിന്റെ പേരാണ് എന്ത്? ഡയമെൻഷൻ. ഓക്കെ, വൺ ബൈ വൺ നമുക്ക് കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ എഴുതാം. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഇക്വേഷൻ തരും. എല്ലാ ഇക്വേഷൻസും ഒന്നും നമുക്കറിയില്ല, നമ്മൾ കൊച്ചുകുഞ്ഞുങ്ങളാണ്, എല്ലാ ഇക്വേഷൻസും നമുക്കിപ്പോൾ അറിയില്ല, അതുകൊണ്ട് ഇക്വേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഫർദർ ഓരോ ചാപ്റ്റേഴ്സ് അങ്ങോട്ട് കഴിയുന്നതനുസരിച്ച് വൺ ബൈ വൺ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും വിത്ത് കോൺസെപ്റ്റ്. അപ്പോൾ ഇക്വേഷൻ ക്ലിയർ ആവും. സോ അന്നേരം നമുക്ക് തനിയെ അതെല്ലാം എഴുതാനും പറ്റും. ഇപ്പോൾ ഇക്വേഷൻസ് വെച്ച് ഹൗ ടു റൈറ്റ് ദ ഡയമെൻഷൻ നമ്മൾ എന്ത് നോക്കാൻ പോവാ? ഡയമെൻഷൻ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാൻ പോവാ. ഓക്കെ, ലെറ്റ് us start. തുടങ്ങാം. ഫസ്റ്റ് വൺ, ഏരിയ. ആദ്യത്തേത് ഏതാ? ഏരിയ. ഏരിയയുടെ ഇക്വേഷൻ ഞാൻ പറയണ്ട, ഓൾ ഓഫ് യു നോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? യെസ്. വാട്ട് ഈസ് ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. വാട്ട് ഈസ് ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. സോ ലെങ്ത് എന്ന് പറയുമ്പോൾ മാസിന്റെ എം യൂസ് ചെയ്യുവോ, ലെങ്തിന്റെ എൽ യൂസ് ചെയ്യുവോ, ടൈമിന്റെ ടി യൂസ് ചെയ്യുവോ? നോ ഡൗട്ട്, ലെങ്ത് എന്ന് വെച്ചാൽ എൽ തന്നെ, ശരിയല്ലേ? ഇൻടു വാട്ട് അബൌട്ട് ദ ബ്രെഡ്ത്ത്? ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ മാസാണോ? ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ ടൈം ആണോ? നോ, ബ്രെഡ്ത്ത് ഇസ് അനദർ ലെങ്ത്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യണം? എൽ തന്നെ യൂസ് ചെയ്യണം, ശരിയല്ലേ? അപ്പം ലെങ്തിനും എൽ ഇട്ടു, ബ്രെഡ്ത്തിനും എൽ ഇട്ടു. എൽ ഇൻടു എൽ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? എൽ സ്ക്വയർ. എന്ത് കിട്ടും? എൽ സ്ക്വയർ. സോ ഹൗ ടു റൈറ്റ് ദ ഡയമെൻഷൻ? നമ്മൾ ഡയമെൻഷൻ എങ്ങനെ എഴുതും? ഡയമെൻഷൻ എപ്പോഴും ഒരു ഫോം ആണ്, ശരിയല്ലേ? അപ്പോൾ അവിടെ എം റൈസ് ടു എക്സ് എഴുതണം. വാട്ട് ഈസ് എക്സ്? എം ഉണ്ടോ? ഏരിയക്കകത്ത് മാസ് ഉണ്ടോ? നോ. അപ്പം എം റൈസ് ടു 0 ബിക്കോസ് എം റൈസ് ടു 0 ഇസ് ഈക്വൽ ടു 1. എനി നമ്പർ റൈസ് ടു എനി ക്വാണ്ടിറ്റി റൈസ് ടു 0 ഇസ് ഈക്വൽ ടു 1. അപ്പം എം റൈസ് ടു 0 എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി അവിടെ 1 വന്നു. പക്ഷെ അത് റെപ്രസെൻറ്റേഷനാണ്, നമ്മൾ അങ്ങനെ കാണിക്കുള്ളൂ. എം റൈസ് ടു 0, then l raised to y, we want l raised to y. How to take l raised to y? l square. എത്ര ഉണ്ട് l നമ്മുടെ കയ്യിൽ? 2 times. അപ്പോൾ l square. ടൈം ഉണ്ടോ? ഇല്ലാത്തത് കൊണ്ട് t raised to 0. So what is the dimensional equation of our area? ഏരിയയുടെ ഡയമെൻഷൻ എന്ത് കിട്ടി? m0 l square t0, ശരിയല്ലേ? ക്ലിയർ? നൗ ദ സെക്കൻഡ് വൺ, വോളിയം. വോളിയത്തിൻ്റെയും ഇക്വേഷൻ നമുക്ക് അറിയാം. മിസ്, വാട്ട് ഈസ് ദാറ്റ് ഇക്വേഷൻ? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ഇൻടു ഹൈറ്റ്. ലെങ്ത് എന്ന് പറയുമ്പോഴും എൽ എടുക്കാം, ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോഴും എൽ എടുക്കാം, ഹൈറ്റ് എന്ന് പറയുമ്പോഴും എൽ എടുക്കാം, ശരിയല്ലേ? മാസാണോ ഹൈറ്റ്? ടൈം ആണോ ഹൈറ്റ്? നോ, എല്ലാം ലെങ്ത് തന്നെയാണ്. therefore l into l into l becomes l cube. so the dimension becomes m0 l cube t0. ക്ലിയർ ആണോ? ഓക്കെ, m0 l cube t0. കണ്ടോ? എല്ലാം m റൈസ് ടു x, l റൈസ് ടു y, t റൈസ് ടു z ഫോമിൽ നമ്മൾ എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെയും കാണിക്കും. ആൻഡ് ദ മെത്തഡ് ഈസ് കോൾഡ് ആസ് ദി ഡയമെൻഷണൽ അനാലിസിസ്. ഇക്വേഷൻ ഈസ് കോൾഡ് ആസ് ഡയമെൻഷൻ. ഓക്കെ, വാട്ട് അബൌട്ട് ദ തേർഡ് വൺ? മൂന്നാമത്തേത് ഏതാ? ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, മാസ് ബൈ വോളിയം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? മാസിന് എം ഇടാം, വോളിയത്തിനോ തൊട്ടുമുകളിലുണ്ടല്ലോ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ഇൻടു ഹൈറ്റ്, l into l into l, that means l cube. So the equation becomes m
ഡിനോമിനേറ്ററിൽ കിടക്കുന്ന എൽ ക്യൂബ് മുകളിൽ വരുമ്പോൾ എൽ റൈസ് ടു -3. സോ ദ ഡയമെൻഷൻ ബിക്കംസ് എം ഉണ്ട്, ശരിയല്ലേ? അപ്പം എം എത്ര ടൈംസ് ഉണ്ട്? 1 ടൈംസ്. എൽ ഉണ്ട് -3. ടി ഉണ്ടോ? ഇല്ല. അപ്പോൾ ടി റൈസ് ടു 0. m1 l റൈസ് ടു -3 ടി റൈസ് ടു 0. ക്ലിയർ ഹൗ ടു റൈറ്റ് ദ ഡയമെൻഷൻ? എങ്കിൽ അടുത്തത് എഴുതാം. വാട്ട് അബൌട്ട് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. കൊച്ചു ക്ലാസ്സിൽ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് ഒക്കെ ഫെമിലിയർ ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ലെങ്ത് ആണോ, മാസ് ആണോ, ടൈം ആണോ? Sure, it is also a length. So we will write L by time. T തന്നെ, ശരിയല്ലേ? So LT raised to -1. Now the dimension becomes, equation എഴുതുന്ന ഫോമിൽ ആക്കുമ്പോൾ m0 dimension എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിൽ കാണിക്കും. m0 L raised to 1 T raised to -1. ശരിയല്ലേ? m0 L raised to 1 T raised to -1. Correct. Okay. Now, what about acceleration? Acceleration is equal to change in velocity by time. Velocity മാറുമ്പോൾ കിട്ടുന്ന quantity acceleration. So, acceleration is equal to change in velocity by time. വെലോസിറ്റിക്കകത്തുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാലും അതൊരു വെലോസിറ്റി തന്നെ അല്ലേ? അപ്പൊ വെലോസിറ്റി ബൈ ടൈം എന്ന് എഴുതി. ഇനി വെലോസിറ്റി ആരാ? യെസ്, വി വാണ്ട് ദ ഇക്വേഷൻ. ഇക്വേഷൻ അറിയണം. തൊട്ട് മുകളിൽ എഴുതി വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം L by T. അതിനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്? LT റൈസ് ടു -1 എന്ന്. അപ്പം ഞാൻ വെലോസിറ്റിക്ക് എന്തിട്ടു? LT റൈസ് ടു -1 ബൈ T. LT റൈസ് ടു -1 ബൈ T. താഴെ കിടക്കുന്ന T മേളി വരുമ്പോൾ എങ്ങനെ കിട്ടും? LT റൈസ് ടു -1 ഉം താഴേന്ന് T മേളി വന്നപ്പോൾ ഒരു -1 ഉം. -1 into -1 -2. Okay, so the equation becomes m0 L1 T raised to -2. Equation clear? So this type of equations, this method of writing the unit of a derived quantity is called as, yes, dimension. Clear ആവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ 5 ക്വാണ്ടിറ്റീസിന്റെ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ എഴുതിയപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എല്ലാം MLT ഫോമാണ്. എമ്മിൻ്റെയും എല്ലിൻ്റെയും ടിയുടെയും പവർ മാറുന്നേ ഉള്ളൂ. സോ ഈസ് ഇറ്റ് ഗുഡ് ടു ബൈ ഹാർട്ട് ദ ഇക്വേഷൻസ്? ഈ ഡയമെൻഷണൽ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു മെത്തേഡാണോ? അല്ല. എന്തുകൊണ്ടാണ്? ന്യൂമറസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇവിടെ എല്ലാവരുടെയും കൂടെ ഡയമെൻഷൻസ് നമ്മൾ എങ്ങനെ ബൈ ഹാർട്ട് ചെയ്യും? സോ ഓൾവേസ് ദ ബെസ്റ്റ് വേ എന്താണ്? ഇക്വേഷൻ എഴുതുക, ഇക്വേഷനകത്തുനിന്ന് ഡയമെൻഷൻസ് എഴുതുക. ഓക്കെ. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡയമെൻഷൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ എന്ന് പറഞ്ഞെങ്കിലും ലിസൺ, ഡയമെൻഷൻസ് നമ്മൾ ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യാൻ പാടില്ല, നമ്മളത് പറഞ്ഞു. എങ്കിലും ഫോർ ഈസിനെസ് മറ്റുള്ള ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ പെട്ടെന്ന് എഴുതാൻ 2 ആൾക്കാരെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്തോളൂ. ആരേക്കെയാ? വെലോസിറ്റി. ഇപ്പം നമ്മൾ 4th ആയിട്ട് എഴുതിയില്ലേ വെലോസിറ്റി? വെലോസിറ്റി സിമ്പിൾ ഫോമിൽ ഇതേ ഇങ്ങനെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. LT റൈസ് ടു -1 എന്നും. അതുപോലെ ആക്സിലറേഷൻ 5th എഴുതിയേക്കുന്ന ആക്സിലറേഷൻ ഇല്ലേ, അത് ഫുൾ ഡയമെൻഷന്റെ ഫോമിലോട്ട് എഴുതണ്ട. ദാറ്റ് ഈസ് അങ്ങനെ ഓർക്കണ്ട. എന്ത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വെലോസിറ്റി LT റൈസ് ടു -1 എന്നും ആക്സിലറേഷൻ LT റൈസ് ടു -2 എന്നും ഒന്ന് ഓർത്തിരിക്കാമെങ്കിൽ then it become easy to write the dimension of other quantities. മറക്കില്ലല്ലോ? ഡയമെൻഷൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ പാടില്ല പറഞ്ഞു, സമ്മതിച്ചു. പക്ഷേ 2 പേരെ ഒന്ന് ഓർത്തിരുന്നോണം. ആരേക്കെയാ? വെലോസിറ്റിയും ആക്സിലറേഷനും. ക്ലിയർ? വെലോസിറ്റി ആരായിരുന്നു? LT റൈസ് ടു -1. ആക്സിലറേഷൻ ആരാ? LT റൈസ് ടു -2. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും ആൾക്കാരുടെ ഡയമെൻഷൻസ് എഴുതിയതിനകത്ത് ഡൗട്ട് വല്ലതും ഉണ്ടോ? നോ ഡൗട്ട്. എല്ലാം നമ്മൾ m റൈസ് ടു x, L റൈസ് ടു y, T റൈസ് ടു z ഫോമിലാണ് എഴുതുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. So we are going to the next. 6th one is force, mass into acceleration. Clear? അപ്പോൾ അത് എഴുതാൻ വേണ്ടി ഞാൻ സൈഡിൽ ഒന്ന് ഓർക്കാൻ വേണ്ടി നമ്മൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു LT റൈസ് ടു -1 എന്നും ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു LT റൈസ് ടു -2 എന്നും എഴുതിയിട്ടേക്കട്ടെ. ഓക്കെ, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി മറക്കരുത്. വെലോസിറ്റി LT റൈസ് ടു -1, ആക്സിലറേഷൻ LT റൈസ് ടു -2. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എഴുതാം. ഫോഴ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ദെൻ റൈറ്റ്
മാസ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എം, മാസിന്റെ എം. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താ? L-T റൈസ് ടു -2. ഓർത്തിരിക്കുന്നല്ലോ. അപ്പം വാട്ട് ഇസ് ഇക്വേഷൻ? ഡയമെൻഷണൽ ഇക്വേഷൻ ദേ പെട്ടെന്ന് കിട്ടിയത് കണ്ടോ? m⁻1 L⁻1 T⁻². എത്ര പെട്ടെന്ന് കിട്ടി കണ്ടോ? വെലോസിറ്റിയും ആക്സിലറേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു റൈറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. ഓക്കെ. 7th one, വർക്ക് ഡൺ. ഏഴാമത്തേത് ഏതാ? വർക്ക് ഡൺ. വർക്കിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് ഈച്ച് ആൻഡ് എവറി ക്വാണ്ടിറ്റി പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ടെൻഷൻ വേണ്ട. ഇപ്പോൾ എനിക്ക് ഇക്വേഷൻ അറിയില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പം ജസ്റ്റ് അത് മനസ്സിലാക്കി വെക്കുക. പിന്നീട് യു ഹാവ് ടു ലേൺ ദാറ്റ്. നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്ററിലും. അപ്പൊ ഇതെല്ലാം നമുക്കങ്ങ് ബൈ ഹാർട്ട് ആവും. അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട. ഇക്വേഷൻ തന്നു, വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഹൗ ടു റൈറ്റ്? ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് ആരാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എസ് ഇട്ടാ കാണിച്ചത്. ഡിസ്പ്ലേസ്മെന്റ് ഡി ഇട്ടോ എസ് ഇട്ടോ ഇഷ്ടമുള്ളതുപോലെ കാണിച്ചോളൂ. വാട്ട് മേ ബി എസ് ഇസ് മൈ ഡിസ്പ്ലേസ്മെന്റ്. എങ്കിൽ ഡയമെൻഷൻ എങ്ങനെ എഴുതാം? നൗ ദ ഡയമെൻഷൻ ബിക്കംസ് m L-T raised to -2 for acceleration. കണ്ടോ? m മാസിന്റെ, ആക്സിലറേഷൻ L-T raised to -2, ഡിസ്പ്ലേസ്മെന്റ് L. ഡിസ്പ്ലേസ്മെന്റ് is L. m ഉണ്ട്, L-T raised to -2 for acceleration, ഡിസ്പ്ലേസ്മെന്റ് L. എല്ലാം കൂടി ചേരുമ്പോൾ എങ്ങനെ കിട്ടും? m L² T raised to -2. So what is the dimension of work done? Work done in the dimension എങ്ങനെ കിട്ടി? m L² T raised to -2. m raised to 1 എന്നും കൂടെ എഴുതാം. ശരിയല്ലേ? m raised to 1 L² T raised to -2. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇസ് പ്രഷർ. അടുത്തത് ആരെയാ തന്നേക്കുന്നത്? പ്രഷർ. സോ വാട്ട് ഈസ് പ്രഷർ? ഇക്വേഷൻ 9th പഠിച്ചതാ, എന്നാലും നമുക്ക് ഇക്വേഷൻ അറിയാം. ഫോഴ്സ് ബൈ ഏരിയ. വാട്ട് ഈസ് പ്രഷർ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഫോഴ്സിന് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ബൈ ഏരിയയ്ക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ശരിയല്ലേ? സോ ഇങ്ങോട്ട് എഴുതിക്കോട്ടെ. സോ മാസിന് m, ആക്സിലറേഷൻ L-T raised to -2 ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ലെങ്ത്. ഓരോ L ക്യാൻസൽ ചെയ്താൽ അടുത്ത സ്റ്റെപ്പില് m L താഴെ കിടക്കുന്ന L എന്തായി മാറും? മോളിൽ വരുമ്പോൾ L raised to -1. Okay, T raised to -2. So what is the dimension of our pressure? m1 L raised to -1 T raised to -2. കിട്ടിയോ? പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. മാസിന് m ഇട്ടു, ആക്സിലറേഷന് L-T raised to -2 ഇട്ടു. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിന് L ഇൻറ്റു L ഇട്ടു. എല്ലും ഓരോ L ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ m raised to 1, താഴെ കടന്ന L മേളിൽ വന്നപ്പോൾ L raised to -1 T raised to -2. ശരിയല്ലേ? ഓക്കെ. ഇനി നമുക്ക് രണ്ടെണ്ണോട് എഴുതണം. ശരിയല്ലേ? സോ നെക്സ്റ്റ് ഈസ് 9th one is മൊമെന്റം. നമുക്ക് എങ്ങോട്ട് പോവാം? മൊമെന്റം. വാട്ട് ഈസ് മൊമെന്റം? അതൊരു ക്വാണ്ടിറ്റിയാ. മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി. സോ മാസിന് നമ്മൾ എന്തെഴുതും? m. വെലോസിറ്റി എങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു? L-T raised to -1. L-T raised to -1. So what is the dimension of momentum? എത്ര പെട്ടെന്ന് കിട്ടിയെന്ന് നോക്കിയേ. m1 L1 T raised to -1. ശരിയല്ലേ? m1 L1 T raised to -1. ഓക്കെ, മൊമെന്റം ക്ലിയർ ആണല്ലോ? Now the 10th one is power. Power in the equation work by time. What is power? Work by time. അപ്പോൾ വർക്ക് എങ്ങനെ എഴുതും? വർക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ശരിയല്ലേ? ഫോഴ്സ് ആരാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു എസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇനി ഡയമെൻഷൻസ് എങ്ങനെ എഴുതാം? ഡയമെൻഷൻസ് എഴുതുമ്പോൾ മാസിന്റെ ക്യാപിറ്റൽ M, ആക്സിലറേഷൻ എന്തായിരുന്നു പറഞ്ഞേ? L-T raised to -2, ഡിസ്പ്ലേസ്മെന്റ് L ബൈ T. ശരിയല്ലേ? ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഞാൻ മേലോട്ട് എഴുതട്ടെ. Now the equation becomes m L into L L² T raised to -2 ഓൾറെഡി ഉണ്ട്. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന T മേളിൽ വരുമ്പോൾ ഒരു -1
t raised to minus 2 into t raised to minus 1. It becomes t raised to minus 3. So what is the dimension of power? Power in the dimension engane kitti? m raised to 1, l raised to 2, t raised to minus 3. Clear? അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസ് 10 ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ എഴുതാൻ മനസ്സിലായല്ലോ. വി വാണ്ട് ദി ഇക്വേഷൻ. നമുക്ക് എന്ത് വേണം? ഇക്വേഷൻ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഡയമെൻഷൻസ് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ ദ 11th വൺ, പൊട്ടൻഷ്യൽ എനർജി. അടുത്ത നമ്മൾ എങ്ങോട്ട് പോവാം? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാ തന്നിരിക്കുന്നത്? mgh. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, g ഇൻറ്റു h. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് m ആക്സിലറേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു, lt റേസ് ടു മൈനസ് 2, ഹൈറ്റ് l അല്ലേ? എല്ലാം കൂടെ ചേർന്നപ്പോൾ എത്ര കിട്ടി? m റൈസ് ടു 1, l സ്ക്വയർ, t റൈസ് ടു മൈനസ് 2. So what is the equation? m raised to 1, l square, t raised to minus 2. ശരിയാണോ? ഓക്കെ, സിമ്പിൾ. ഇനി കൂടെ എഴുതി വന്നാൽ മതി. ഇറ്റ് ബിക്കംസ് പെർഫെക്റ്റ്. ഇക്വേഷൻ അറിയാവോ? ഡയമെൻഷൻ നമുക്ക് പെർഫെക്റ്റ് ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ ടോർക്ക്. കേട്ടിട്ടുണ്ടോ? യെസ്, വെഹിക്കിൾസിനൊക്കെ ടോർക്ക് ഉണ്ട്. ടോർക്ക്. സോ വാട്ട് ഈസ് ടോർക്ക്? അത് നമ്മൾ പിന്നെ പഠിക്കും. റൊട്ടേഷനകത്ത് നമ്മൾ ടോർക്ക്, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ടോർക്ക് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. അത് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ടോർക്ക്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എന്തായാലും ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ആണെങ്കിലും അല്ലെങ്കിലും ഡിസ്റ്റൻസ് എപ്പോഴും നമുക്ക് എന്താണ്? then the distance is yes. The distance is yes. Okay, m into a into s. So how to write? Very simple. Mass into acceleration, lt raised to minus 2 into displacement l. എല്ലാം കൂടെ ചേരുമ്പോൾ m raised to 1, l into l square, t raised to minus 2, not 3, minus 2. Okay, so t raised to ഒന്നുകൂടെ എഴുതിക്കോട്ടെ. ടോർക്ക് ടോ is equal to ഫോഴ്സിന് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്റ്റൻസ്. yes, that is m into lt raised to minus 2 into distance is again l. So the equation becomes m raised to 1, l square, t raised to minus 2. Okay, t raised to minus 2. And what was the equation for potential energy? നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എഴുതി വന്നപ്പോഴും ഇത് തന്നെയാണ് കിട്ടിയത്. that is mass into m, acceleration lt raised to minus 2 and height l. എഴുതി വന്നപ്പോൾ എങ്ങനെ തന്നെ കിട്ടി? m1, l square, t raised to minus 2. കണ്ടോ? സോ ഇപ്പോൾ ഒരു കാര്യം അവിടുന്ന് മനസ്സിലായി. രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ് പൊട്ടൻഷ്യൽ എനർജിയും ടോർക്കും. രണ്ട് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ആണ് പൊട്ടൻഷ്യൽ എനർജിയും ടോർക്കും. പക്ഷേ the two quantities have the same dimension. തൊട്ട് മുന്നേ എഴുതിയ വർക്ക് നോക്കിയാലും you will get the same dimension, m l square t raised to minus 2. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒന്നിലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷൻ വരാം. ശരിയല്ലേ? ഓക്കെ, now what is impulse? അടുത്ത നമ്മൾ എങ്ങോട്ട് പോവാം? the 13th one is impulse. impulse എന്ന് വെച്ചാൽ force into time. what is impulse? force into time. നമ്മൾ പഠിക്കും force into time. now we are going to write the equation. force mass into acceleration. force ആരാ? mass into acceleration. time t തന്നെ. ഇനി ഡയമെൻഷൻ എഴുതാം. മാസിന് ക്യാപിറ്റൽ M, ആക്സിലറേഷൻ lt raised to minus 2, ടൈമിന് t. എല്ലാം കൂടെ ചേർത്തേ. മാസ് എത്ര ടൈംസ് ഉണ്ട്? 1 ടൈംസ്. l എത്ര ടൈംസ് ഉണ്ട്? 1 ടൈംസ്. t raised to minus 2 into t raised to 1 becomes, അറിയാവല്ലോ, t raised to minus 1. So what is the dimension of impulse? m raised to 1, l raised to 1, t raised to minus 1. എഴുതി ശീലിക്കണം കേട്ടോ, കൂടെ എഴുതി ശീലിക്കണം. നെക്സ്റ്റ്, ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പൊ നമുക്കറിയില്ല, പിന്നെ നമ്മൾ പഠിക്കും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്താന്ന്. അതുകൊണ്ട് അവർ ഇക്വേഷൻ തന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ മാസ്. What is the equation for gravitational field? Gravitational force by mass.
അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയാലും ഫോഴ്സ് അല്ലേ? ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ബൈ മാസ് എം. കണ്ടോ വാട്ട് ഹാപ്പൻസ്? എമ്മും എമ്മും ക്യാൻസൽ ആയി പോയി. പിന്നെ ആരെയുള്ളൂ അവിടെ? ആക്സിലറേഷൻ. അങ്ങനാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ എങ്ങനെ? വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ? ബൈ ഹാർട്ട് ഞാൻ പറഞ്ഞായിരുന്നു. വാട്ട് ഇസ് ദാറ്റ്? LT⁻². അപ്പോൾ എം ഉണ്ടോ? എം ഇല്ല. എൽ ഉണ്ടോ? ഉണ്ട്. 1 ടൈം. T ഉണ്ടോ? യെസ്, -2. സോ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്? M0 L1 T⁻². ഓക്കെ, ആക്സിലറേഷൻ തന്നെയാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് പിന്നെ മനസ്സിലായി ആക്സിലറേഷനും ഗ്രാവിറ്റേഷണൽ ഫീൽഡിനും സെയിം ഡയമെൻഷൻ ആണ്. ക്ലിയർ? 15th one, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? സോ നമുക്കറിയില്ല, ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ വർക്ക് ബൈ മാസ്. അപ്പം ഗ്രാവിറ്റേഷണൽ വർക്ക് ആണെങ്കിലും വർക്കല്ലേ? വർക്ക് ആരാ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ മാസ് എം. ഫോഴ്സ് ആരാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എസ് ഇട്ട് കാണിക്കുകയാണേ. ഡിസ്പ്ലേസ്മെന്റ് ഡി ഇട്ടോളൂ, ഇഷ്ടമുള്ളത് ഇട്ടോളൂ, ബൈ എം. ശരിയല്ലേ? എമ്മും എമ്മും ക്യാൻസൽ ചെയ്താൽ ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നൗ ഇറ്റ് ബിക്കംസ് LT⁻² ഇൻറ്റു എൽ. ശരിയല്ലേ? ഞാൻ മുകളിലോട്ട് എഴുതിക്കോട്ടെ. നൗ ദി ഇക്വേഷൻ ബിക്കംസ് L² T⁻². L ഇൻറ്റു എൽ, L² T⁻². അപ്പൊ ഫുൾ ഇക്വേഷൻ എം ഉണ്ടോ? ഇല്ല. M⁻². എൽ ഉണ്ടോ? 2 times L2. T undo -2 times. So what is the unit? Now unit becomes m0 L² T⁻². ശരിയാണല്ലോ? സോ ഹൗ ടു റൈറ്റ് ദ ഡയമെൻഷൻ, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇക്വേഷൻസ് അറിയാമെങ്കിൽ എങ്ങനെ നമ്മൾ ഡയമെൻഷൻസ് എഴുതും. ക്ലിയർ ആണേ? ഓക്കെ, ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വാണ്ടിറ്റി. നമ്മൾ അടുത്ത ക്വാണ്ടിറ്റിയിലോട്ട് പോകാൻ പോവാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വാണ്ടിറ്റി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. What is the next quantity? Specific heat capacity. Equation അവർ തന്നിട്ടുണ്ട്. Heat by mass into change in temperature. What is specific heat capacity? Heat by mass into change in temperature. എന്ന് വെച്ചാൽ ഹീറ്റ് എന്ന് വെച്ചാൽ എനർജിയാണ്. ഹീറ്റ് ആരാണ്? എനർജിയാണ്. ശരിയല്ലേ? സോ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ. എനർജിയും വർക്കും ഒന്നാം. The ability to do work is called as energy. അപ്പോൾ എനർജി എന്നോ വർക്ക് എന്നോ പറഞ്ഞാൽ മതി. ബൈ മാസിനി എം ഇട്ടു. ആൻഡ് വാട്ട് ഇസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? 50 ഡിഗ്രി സെൽഷ്യസ് 20 ഡിഗ്രി സെൽഷ്യസ് ആയി, അല്ലെങ്കിൽ 50 കെൽവിൻ 20 കെൽവിൻ ആയി. എന്തായാലും ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് ഓൾസോ എ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്? യെസ്, കണ്ടോ, ഇതുവരെ നമ്മൾ MLT മാത്രം യൂസ് ചെയ്തെങ്കിൽ ഇപ്പോൾ നമുക്ക് അടുത്ത ആളിനെയും കൂടെ കിട്ടി, കെൽവിൻ. ടെമ്പറേച്ചറിന്റെ കെൽവിൻ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് എ ടെമ്പറേച്ചർ. അതിന്റെ യൂണിറ്റ് നമ്മൾ എങ്ങനെ എടുക്കുക? കെൽവിനിലാണ്. ഓക്കെ, സോ W ബൈ ഹീറ്റ് എന്ന് വെച്ചാൽ എനർജിയാ, എനർജി വർക്ക് തന്നെ. ഓക്കെ, അപ്പം W ബൈ മാസ് എം ഇട്ടു. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ തന്നെയാണ്, അത് കെൽവിൻ ഇട്ടു. ഇനി എഴുതാം നമുക്ക്. വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ മാസ് ഇൻറ്റു ടെമ്പറേച്ചർ, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ഫോഴ്സിന് പകരം മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ബൈ മാസ് ഇൻറ്റു കെൽവിൻ. മാസും ക്യാൻസൽ ചെയ്യട്ടെ. പിന്നെ ആരൊക്കെയുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ കെൽവിൻ ഉണ്ട്. ഹൗ ടു റൈറ്റ്? ആക്സിലറേഷൻ LT⁻², ഡിസ്പ്ലേസ്മെന്റ് L by Kelvin K. Now the dimension becomes M undo M0, L undo L into L, L² T⁻², Kelvin. ഡിനോമിനേറ്ററിലെ കെൽവിൻ ന്യൂമറേറ്ററിലെത്തുമ്പോൾ Kelvin⁻⁻1. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെ കിട്ടി? M0 L² T⁻², K⁻−1. ആൻഡ് ഈസ് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ ടു ബൈ ഹാർട്ട് ദിസ്? നമുക്കിത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബൈ ഹാർട്ട് ചെയ്യരുത്. നോ,
നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, ചെയ്യാം, പക്ഷെ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ പഠിക്കുമ്പോൾ അതങ്ങ് മറന്നു പോകും. ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അതുകൊണ്ട് ബൈ ഹാർട്ട് ചെയ്യരുത്. ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ വെച്ച് ഇപ്പോൾ ചെയ്യുന്ന അങ്ങ് പഠിച്ചാൽ മതി. ആദ്യത്തെ 10 ഈസി ആയിരുന്നു. നമ്മൾ 10th വരെ പഠിച്ച ടോപ്പിക് തന്നെയാണ് ആദ്യത്തെ 10 ഡയമെൻഷൻസ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് സ്വന്തമായിട്ട് ഇക്വേഷൻ എഴുതാം. ബാക്കിയുള്ളത് നമുക്കറിയില്ല, അത് നമ്മൾ ഓരോരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കും. ഓക്കെ, ക്ലിയർ? സോ ഇക്വേഷൻ തന്നാൽ ഡയമെൻഷൻ എഴുതാൻ നമുക്ക് ക്ലിയർ ആണല്ലോ. ഗുഡ്. ഓക്കെ, നൗ 17th one, ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 1 by ടൈം പീരിയഡ്. അതായത് നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആണ്. 1 നമ്മുടെ ആ 1 എന്ന് വെച്ചാൽ നമ്പറാണ്. 1 by ടൈം പീരിയഡ്. നമുക്ക് ഡയമെൻഷൻ എഴുതാൻ ഇത്രയും മതി. ശരിയല്ലേ? 1ന് ഡയമെൻഷൻ ഉണ്ടോ? 1 is a number. ടൈം പീരിയഡിന് t എന്ന് വെച്ചാൽ എന്ത് കിട്ടും? t⁻⁻1. ശരിയല്ലേ? അപ്പോൾ ഡയമെൻഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടി? m0 L0 t⁻⁻1. Okay, m0 L0 t⁻⁻1 is the dimension of frequency. Okay, clear ആണ്? സോ അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് എഴുതാം. ഫ്രീക്വൻസി. നെക്സ്റ്റ് ഈസ് ആംഗിൾ. വാട്ട് ഈസ് ആംഗിൾ? കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ എന്ന് വെച്ചാൽ ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ആർക്ക് ലെങ്ത് L by radius. Radius is also a distance. L length. അപ്പോൾ അതും L തന്നെയല്ലേ? റേഡിയസ് മാസ് ആണോ? റേഡിയസ് ടൈം ആണോ? ടെമ്പറേച്ചർ ആണോ? ഒന്നുമല്ല. റേഡിയസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെ? അതൊരു ലെങ്ത് തന്നെ. അപ്പം മുകളിലും ലെങ്ത്, താഴെയും ലെങ്ത്. സോ വി ക്യാൻ സേ ആംഗിൾ is a quantity with dimension m0 L0 t0. That is no dimension. m0യും 1, L0യും 1, t0യും 1. അപ്പോൾ ആംഗിൾ is a quantity having no dimension. Okay. Now, angular velocity. അടുത്തത് ഏതാണ്? Angular velocity. Angular velocity ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആംഗിൾ ബൈ ടൈം. ആംഗിളിന്റെ ഡയമെൻഷൻ 1, കാരണം m0യും 1, L0യും 1, t0യും 1. ബൈ ടൈം ബൈ t. So we will get t⁻⁻1. ഇതേ ഡയമെൻഷൻ വേറെ വല്ലവർക്കും കിട്ടിയോ? യെസ്, ഹിയർ ദ ഫ്രീക്വൻസി ഈസ് ഓൾസോ t⁻⁻1. അല്ലേ? ദാറ്റ് ഈസ് ഫ്രീക്വൻസി ആൻഡ് ആംഗുലാർ വെലോസിറ്റി ആർ 2 ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ദ സെയിം ഡയമെൻഷൻ. ഒരേ ഡയമെൻഷൻ ഉള്ള 2 ക്വാണ്ടിറ്റീസ് ആണ് എന്തൊക്കെ? ഫ്രീക്വൻസിയും ആംഗുലാർ വെലോസിറ്റി. ക്ലിയർ ആണോ? ഓക്കെ. സോ ഡയമെൻഷൻ ഫുൾ എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? m0 L0 t⁻⁻1. നെക്സ്റ്റ് ഈസ് ആംഗുലാർ ആക്സിലറേഷൻ. അടുത്തത് ഏതാ? പുതിയ ടേംസാ, നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ പഠിച്ചോളും. ഇക്വേഷൻ നോക്കാം നമുക്ക്. ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം. സോ ആംഗുലാർ വെലോസിറ്റി തൊട്ടു മുന്നേ നമ്മൾ t⁻⁻1 എന്നല്ലേ എഴുതിയേ? ബൈ t. ശരിയല്ലേ? താഴെ കിടക്കുന്ന t മുകളിൽ വരും. എന്ത് കിട്ടും? t⁻⁻1 ഇൻറ്റു വൺസ് മോർ t⁻⁻1. അപ്പോൾ എത്ര കിട്ടും? t⁻⁻2. അപ്പോൾ ഡയമെൻഷൻ എങ്ങനെ കിട്ടി? m0 L0 t⁻⁻2 ഫോർ ആംഗുലാർ ആക്സിലറേഷൻ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഡയമെൻഷൻ എഴുതാൻ വളരെ സിമ്പിൾ അല്ലേ? യെസ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, അടുത്തത് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് സർഫസ് ടെൻഷൻ. അടുത്തത് ഏതാ? സർഫസ് ടെൻഷൻ. there are numerous derived quantities. ഇഷ്ടംപോലെ derived quantities നമുക്ക് +1 +2 ടോപ്പിക്കിൽ തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, എല്ലാം കൂടി ഇപ്പോൾ നമുക്ക് ഡയമെൻഷൻ എഴുതാൻ പറ്റില്ല, കാരണം നമുക്ക് കാര്യങ്ങൾ അത്രയും ഇക്വേഷൻസ് ഒന്നും അറിയില്ല. ചെയ്യാൻ പറ്റുന്ന കുറേ നമ്മൾ ചെയ്തു നോക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് സർഫസ് ടെൻഷൻ. സോ വാട്ട് ഈസ് സർഫസ് ടെൻഷൻ? എങ്ങനെ നമുക്ക് ഇക്വേഷൻ തന്നിരിക്കുന്നത്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ലെങ്ത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, ബൈ ലെങ്ത് ആണ്. ശരിയല്ലേ? സോ ഡയമെൻഷൻ എങ്ങനെ എഴുതാം? മാസിന് ക്യാപിറ്റൽ M, ആക്സിലറേഷന് L⁻⁻2 ബൈ ലെങ്തിന് L. എല്ലും ക്യാൻസൽ ചെയ്താൽ ഇക്വേഷൻ ബിക്കംസ് m⁻1. L ഉണ്ടോ? L⁻0 ഉണ്ടായിരുന്നു, ക്യാൻസൽ ആയിപ്പോയി. t⁻⁻2. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് സർഫസ് ടെൻഷൻ? m1 L0 t⁻⁻2. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക് ചാർജ്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോവാം, ഇലക്ട്രിക് ചാർജ്. വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് കറന്റ് ഇൻറ്റു ടൈം.
നമ്മൾ കൊച്ചു ക്ലാസ്സിൽ 10th പഠിച്ചായിരുന്നു, അല്ലെങ്കിൽ ഇനി നമ്മളത് പഠിക്കുകയും ചെയ്യും. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് കറണ്ട് ഇൻറ്റു ടൈം. സോ ഇലക്ട്രിക് കറണ്ട് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണല്ലോ. സോ വി ക്യാൻ റൈറ്റ് ഇലക്ട്രിക് കറണ്ടിന് വാട്ട് വാസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? എസ് ഐ യൂണിറ്റ് ആംപിയർ. അപ്പോൾ നമ്മൾ ആംപിയറിന്റെ എ എടുക്കും, ശരിയല്ലേ? ആൻഡ് ടൈം ടി. വേറെ ആരുമില്ല. അപ്പൊ എന്താ? വാട്ട് അബൌട്ട് ദ ഡയമെൻഷൻ? എം ഇല്ല, എൽ ഇല്ല, ടി ഉണ്ട്. 1 ടൈംസ് ആംപിയർ, 1 ടൈംസ്. കണ്ടോ? അപ്പൊ എം എൽ ടിയുടെ കൂടെ ആംപിയറും കൂടെ വന്നു. M0, L0, T1, A1. ക്ലിയർ? നെക്സ്റ്റ് ഡൗട്ട് ഇല്ലല്ലോ? ചെയ്തങ്ങ് എഴുതി അങ്ങ് ശീലിച്ചാൽ മതി. നൗ വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വർക്ക് ബൈ ചാർജ് ആണ്. വാട്ട് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? അവർ തന്നിട്ടുണ്ട്, വർക്ക് ബൈ ചാർജ്. അപ്പം വർക്ക് ആരാ? വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എസ് ഇട്ടെന്നേ ഉള്ളേ. ആൻഡ് ചാർജ്. ചാർജിന്റെ ഡയമെൻഷൻ എന്തായിരുന്നു? തൊട്ട് പിന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, കറണ്ട് ഇൻറ്റു ഇക്വേഷൻ, കറണ്ട് ഐ ഇൻറ്റു ടൈം ടി. കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ഇട്ടാണ്, കറണ്ട് ഐ ഇൻറ്റു ടൈം ടി. ഇനി ഡയമെൻഷൻ എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? ഫോഴ്സിന് മാസ് ഇൻറ്റു ആക്സിലറേഷൻ വേണം, ഡിസ്പ്ലേസ്മെന്റ് എസ്, കറണ്ട് ഐ, ടൈം ടി. ഇനി എഴുതാൻ ഡയമെൻഷൻ. മാസിന് ക്യാപിറ്റൽ എം, ആക്സിലറേഷൻ എൽ ടി റൈസ് ടു -2, ശരിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എൽ ബൈ കറണ്ട് ആംപിയർ ടൈം ടി. സോ ഹൗ ടു റൈറ്റ്? എങ്ങനെ വരും? അവർ ഡയമെൻഷൻ ബിക്കംസ് എം റൈസ് ടു 1, എൽ എത്ര ഉണ്ട്? എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ, ടി റൈസ് ടു -2, താഴത്തെ ടി മേളി വരുമ്പോൾ ടി റൈസ് ടു -3, എ റൈസ് ടു -1. ശരിയല്ലേ? കറക്റ്റ് ആണോ? എം റൈസ് ടു 1, എം ഒരു വട്ടം, എൽ 2 വട്ടമുണ്ട്, എൽ ഇൻറ്റു എൽ, ന്യൂമറേറ്ററിൽ എൽ സ്ക്വയർ. ടി റൈസ് ടു -2 ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ടി ഉണ്ട്. ഡിനോമിനേറ്ററിലെ ടി ന്യൂമറേറ്ററിൽ എത്തുമ്പോൾ ടി റൈസ് ടു -1 ആവും. -1 ന്യൂമറേറ്ററിൽ വന്നു, -2 ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ടി റൈസ് ടു -2 ഇൻറ്റു ടി റൈസ് ടു -1 എത്ര കിട്ടി? ടി റൈസ് ടു -3. ആൻഡ് വാട്ട് അബൌട്ട് ആംപിയർ? താഴെ നിന്ന് മുകളിൽ വന്നപ്പോൾ എ റൈസ് ടു -1. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? എഴുതുന്ന രീതി മനസ്സിലായല്ലോ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ M1 L സ്ക്വയർ ടി റൈസ് ടു -3, എ റൈസ് ടു -1. ഓക്കെ, 24th ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. എന്താണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്? അറിയാവോ ഇക്വേഷൻ? പണ്ട് നമ്മൾ 10th ഓംസ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്, V is equal to IR എന്നൊക്കെ പറഞ്ഞ്, ശരിയല്ലേ? സോ അവിടുന്ന് നമുക്ക് റെസിസ്റ്റൻസ് എങ്ങനെ കിട്ടും? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു V ബൈ IR. അതാണ് എഴുതി വെച്ചേക്കുന്നത്, പൊട്ടൻഷ്യൽ ബൈ കറണ്ട് I. സോ ഹൗ ടു റൈറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? തൊട്ട് മുകളിൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് എഴുതിയിട്ട്, ശരിയല്ല? വർക്ക് ബൈ ചാർജ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 23rd വാട്ട് ഇസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? വർക്ക് ബൈ ചാർജ് ആണ്. വർക്ക് ആരാ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ഐ ഇൻറ്റു ടി ആണ്. ഫോഴ്സ് ആരാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു എസ് ബൈ ഐ ഇൻറ്റു ടി ആണ്. എല്ലാം കൂടെ സോൾവ് ചെയ്തപ്പോൾ പൊട്ടൻഷ്യൽ എത്ര കിട്ടിയായിരുന്നു? സോ റെസിസ്റ്റൻസ് എഴുതുവാണേ, മുകളിൽ പൊട്ടൻഷ്യൽ അല്ലേ? എം റൈസ് ടു 1 L square T raised to -3 A raised to -1 divided by what is current? Ampere. ആ ആംപിയർ കൂടെ മുകളിലെത്തുമ്പോൾ what becomes the equation? The equation becomes M raised to 1 L raised to 2 T raised to -3 A raised to -2. ഒരേയും കൂടെ താഴെ നിന്ന് മുകളിലെത്തുമ്പോൾ എത്ര കിട്ടും? സോ വി വിൽ റൈറ്റ് M raised to, we will write in upper region, മുകളിലോട്ട് എഴുതാം M raised to 1, then L square T raised to -3 A raised to -2, A raised to -2. Clear? M raised to 1 L square T raised to -3 A raised to -2. Okay, clear? Next 25th is electric field. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താ തന്നേക്കുന്നത്? ഇലക്ട്രിക് ഫോഴ്സ് ബൈ ചാർജ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫോഴ്സ്, ഏത് ഫോഴ്സ് ആണെങ്കിലും ഫോഴ്സ് ഇസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ എം ഇൻറ്റു എ ബൈ ചാർജ് എന്തായിരുന്നു നേരത്തെ നമ്മൾ എഴുതി? കറണ്ട് ഇൻറ്റു ടൈം. 22 നോക്കിയേ, കറണ്ട് ഐ ഇൻറ്റു ടൈം ടി. Then how to take? Mass in a capital M, acceleration L T raised to -2. Clear?
by current ampere and time t. So എല്ലാം കൂടെ ചേരുമ്പോൾ m raised to 1, l raised to 1, t raised to -2 ഓൾറെഡി ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിന് ഒരാളും കൂടെ വരും, t raised to -3 and a raised to -1. So what is the dimension of electric field? m raised to 1 by heart എഴുതുക, by heart ചെയ്താൽ തെറ്റും ഉറപ്പാണ്. We have to write the dimension, എഴുതി നോക്കാനേ പറ്റുള്ളൂ. Okay, m1, l1, t raised to -3, a raised to -1. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ കുറേ ഡയമെൻഷൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തു, ശരിയല്ലേ? അപ്പോൾ ഏത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി തന്നാലും ഇഫ് ദ ഇക്വേഷൻ ഈസ് ഓൾസോ ഗിവൺ, കൂടി ഇക്വേഷൻ കൂടെ തരണം. നമുക്കിപ്പോൾ എല്ലാ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും അറിയാമോ? അപ്പോൾ ഇക്വേഷൻസ് കൂടെ തന്നാൽ ഹൗ ടു റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല, നൗ ഇറ്റ് ബിക്കം ക്ലിയർ. ഓക്കെ, ഇതൊരു 3-4 വട്ടം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ഇക്വേഷൻസ് എല്ലാം നമ്മളങ്ങ് ബൈ ഹാർട്ടാവും. 1 by 1 ഓരോ ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. ഇത് നമ്മളൊരു 3-4 വട്ടം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ബൈ ഹാർട്ട് ആവും. ഇത് കൂടാതെ ന്യൂമറസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്, ശരിയല്ലേ? ഒരുപാട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആൻഡ് ദ മെത്തഡ് ഓഫ് റൈറ്റിംഗ് ദ ഡയമെൻഷൻ, ഇതുപോലെ ഏത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഹൗ ടു റൈറ്റ് ദ ഡയമെൻഷൻ എന്ന് ക്ലിയർ ആണോ? ആൻഡ് വാട്ട് ഈസ് ഡയമെൻഷൻ? ദാറ്റ് ഈസ് ദ മെത്തഡ് ഓഫ് എക്സ്പ്രസിംഗ് ദ യൂണിറ്റ് ഓഫ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, അല്ലേ? എങ്ങനെ? by using the powers of fundamental quantities. എല്ലായിടും m raised to something, l raised to something, t raised to something, പിന്നെ ടെമ്പറേച്ചർ വരുമ്പോൾ കെൽവിൻ raised to something, കറണ്ട് വന്നപ്പോൾ ആംപിയർ raised to something എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്തു, ശരിയല്ലേ? സോ ഹോപ്പിംഗ് ഇപ്പം നമുക്ക് എന്തറിയാം, ഡയമെൻഷൻസ് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇങ്ങനെ ഏതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനും നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ദ മെത്തഡ് ഈസ് കോൾഡ് ആസ് ദ ഡയമെൻഷണൽ അനാലിസിസ്. ക്ലിയർ? ഓക്കെ, നൗ ഡയമെൻഷൻസ് ഓഫ് സം കോൺസ്റ്റന്റ്. ഇനി നമ്മൾ എന്ത് എഴുതാൻ പോവാ? ഡയമെൻഷൻസ് ഓഫ് സം കോൺസ്റ്റന്റ്. അതായത് നോർമലി കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അവിടെ അയാൾക്ക് യൂണിറ്റും ഡയമെൻഷൻസും ഒന്നും കാണില്ല. ഒരു നോർമലി ഒരു കോൺസ്റ്റന്റ് എന്ത് കാണില്ല? യൂണിറ്റ് കാണില്ല. യൂണിറ്റ് ഇല്ലെങ്കിൽ ഡയമെൻഷനും ഇല്ല, ശരിയല്ലേ? ബട്ട് ദേർ ആർ സർട്ടൻ കോൺസ്റ്റന്റ്സ്. നമ്മൾ ഫിസിക്സിൽ പഠിച്ച് വരുമ്പോൾ പലപ്പോഴും എന്ത് കാണാറുണ്ട്? കോൺസ്റ്റന്റ്സ് ഹാവിങ് ഡയമെൻഷൻ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദ ഡയമെൻഷൻസ് ഓഫ് സം കോൺസ്റ്റന്റ്സ്. സാധാരണ കോൺസ്റ്റന്റ്സിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. യൂണിറ്റ് ഇല്ലെങ്കിൽ ഡയമെൻഷൻ എഴുതാൻ പറ്റില്ല, ശരിയല്ലേ? പക്ഷെ നൗ വി ആർ ഡിസ്കസിങ് സം കോൺസ്റ്റന്റ്സ് ഹാവിങ് ഡയമെൻഷൻ. അതിൽ ആദ്യത്തെ ആളിനെ നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ആദ്യത്തെ ആളാരാ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. സോ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കൊരു ന്യൂട്ടന്റെ ലോ പഠിക്കാനുണ്ട്. 9th പഠിച്ചതാണ്. എന്താണ്? യൂണിവേഴ്സിലെ എല്ലാ ബോഡീസും അട്രാക്ട് ചെയ്യുന്നു വിത്ത് എ ഫോഴ്സ് F is equal to, അവിടെ എഴുതുന്ന ഇങ്ങനെ, F proportional to product of the masses and square of the distance between them. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G, ക്യാപിറ്റൽ G എന്ന് വിളിക്കുന്നത്. സോ F is equal to G m1 m2 by r square. F is equal to G m1 m2 by r square. So how to write G? അങ്ങനെയാണെങ്കിൽ from that equation നമുക്ക് G എങ്ങനെ എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. F into r square, ശരിയല്ലേ? FR square by m1 m2 ഡിനോമിനേറ്ററിൽ വരും, ശരിയാണോ? Now taking the dimension. ഫോഴ്സ് ആരാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആരാ ആക്സിലറേഷൻ? LT raised to -2. ഫോഴ്സ് ആരാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ഇൻറ്റു m ഇൻറ്റു LT raised to -2 ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. R is the distance. അപ്പോൾ എത്ര കിട്ടും? L സ്ക്വയർ. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ L ബൈ m1 മാസാണ്, m2 മാസാണ്, ശരിയല്ലേ? m ക്യാൻസൽ ചെയ്താൽ we will get ഡിനോമിനേറ്ററിലെ m ന്യൂമറേറ്ററിൽ വരുമ്പോൾ m raised to -1. L into L, L cube, T raised to -2. So what is the dimension of gravitational constant? Gravitational constant in a dimension എങ്ങനെ കിട്ടി? m raised to -1, L cube, T raised to -2. Okay, so ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? Gravitational constant is a constant having dimension, unit and dimension.
Okay, so universal gravitational constant is an example for a quantity, example for a constant which having dimension. Okay, clear അല്ലേ? So രണ്ടാമത്തേതാരാ? Another constant, Planck's constant. അപ്പോൾ നമുക്ക് അടുത്തത് ആളുടെ നോക്കാം. Planck's constant. So how to take the Planck's constant നമുക്ക് നോക്കാം. Planck's കോൺസ്റ്റന്റും ഒരു ഇക്വേഷൻ മാക്സ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്നൊക്കെ പറയുന്ന തിയറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ആൻഡ് ദ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. പഠിക്കും നമ്മൾ, കെമിസ്ട്രിയിലുണ്ട്, ഫിസിക്സിലുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്തായാലും നമ്മുടെ ഇക്വേഷൻ എന്താ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്താ? എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. എനർജി ഓഫ് റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് അയാളുടെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലാണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ കിട്ടിയ കോൺസ്റ്റന്റ് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ സ്മോൾ എച്ച്. എച്ച് ആണ് നമ്മുടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, എച്ച് ഇൻറ്റു ഫ്രീക്വൻസി. ഓക്കെ, സോ വി വാണ്ട് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച്. നമുക്ക് വേണ്ടുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആരാ? എച്ച് ആണ്. ഓക്കെ, സോ എച്ച് ഇസ് ഈക്വൽ ടു ഇ ബൈ എഫ് എന്നിട്ടോട്ടെ. കറക്റ്റ് ആണല്ലോ. എനർജി എന്ന് വെച്ചാൽ വർക്ക് തന്നെ, വർക്ക് ബൈ എഫ് ഫ്രീക്വൻസി. വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ഫ്രീക്വൻസി ആണ്. ഇനി ഡയമെൻഷൻ എഴുതിയേ. ഫോഴ്സ് ആരാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ എൽ ടി റൈസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എൽ ബൈ ഫ്രീക്വൻസി. നേരത്തെ നമ്മൾ ഫ്രീക്വൻസി എഴുതിയായിരുന്നു. വാട്ട് ഈസ് ഫ്രീക്വൻസി? 1/t. ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ എടുത്തത് കണ്ടുപിടിക്കാൻ വേണ്ടി? 1/t, ദാറ്റ് ഈസ് ടി റൈസ് ടു -1. ഓക്കെ, എല്ലാം കൂടെ ചേരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ കിട്ടും? എം എത്ര ടൈംസ്? 1. എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ. ടി റൈസ് ടു -2 മുകളിലുമുണ്ട്, ടി റൈസ് ടു -1 താഴെയുമുണ്ട്. സോൾവ് ചെയ്താൽ ടി റൈസ് ടു -1. സോ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്? എം എൽ ഇൻറ്റു എൽ, എൽ സ്ക്വയർ. ടി റൈസ് ടു -2, ടി റൈസ് ടു -1 താഴത്തെ കട്ട് ചെയ്താൽ ടി റൈസ് ടു -1. Okay, m1 l square t raised to -1. Clear? അത് മനസ്സിലായി. Now we are going to the next one. Okay, now we are going to the next one, which is the third one, Boltzmann constant. Third one ഏതാണ്? Boltzmann constant. So Boltzmann constant നമുക്ക് എവിടാ കിട്ടുന്നത്? നമ്മൾ ഗ്യാസസിനെ കുറിച്ച് പഠിക്കും. ആരെ കുറിച്ച് പഠിക്കും? ഗ്യാസസ്. ഗ്യാസസിനെ കുറിച്ച് പഠിക്കുമ്പോൾ we will write PV is equal to പഠിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ടോപ്പിക് പഠിക്കും. PV is equal to K into T, where P is the pressure. P ആരാ? പ്രഷർ. V ആരാ? ഗ്യാസിന്റെ വോളിയം. T ആരാ? ടെമ്പറേച്ചർ. ആൻഡ് K is called as the Boltzmann constant. K ആണ് the Boltzmann constant. Okay, so Boltzmann constant K is equal to PV by temperature. Correct? PV is equal to KT-ക്കകത്തെ P പ്രഷർ ആണ്, V വോളിയം ആണ്, T ടെമ്പറേച്ചർ ആണ്. കിട്ടിയ കോൺസ്റ്റന്റ് ആണ് അവിടെ K, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. ഓക്കെ, സോ K is equal to PV by T എന്ന് എഴുതാമല്ലോ. K is equal to PV by T. അവിടെ P ആരാ? P പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ. വോളിയം തന്നെ L³ എന്നിടാം. ബൈ ടെമ്പറേച്ചർ T ടെമ്പറേച്ചറാ, ടൈമല്ല, തെറ്റരുത്. Now force, mass into acceleration, LT raised to -2. L³ for volume, L square for area. ശരിയാണല്ലോ, അറിയാം നമുക്കിപ്പോൾ. ആൻഡ് T താഴെ കിടക്കുന്ന T ടെമ്പറേച്ചർ ആണ്. നോട്ട് ദ ഇക്വേഷന്റെ ഫോം ആണ് PV is equal to KT. ആ T ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് നമുക്ക് K. ദിസ് ഈസ് ടെമ്പറേച്ചർ. ഇതാരാണ്? ടെമ്പറേച്ചർ ആണ്. ഓക്കെ, സോ ടിയുടെ യൂണിറ്റ് കെൽവിൻ. ടൈം ഇട്ട് കളയരുത്, തെറ്റരുത്. സോ ഇറ്റ് ഈസ് കെൽവിൻ. സോ എല്ലാം കൂടെ ചേരുമ്പോൾ എങ്ങനെ കിട്ടും? മാസ് എത്ര ടൈംസ്? 1 ടൈംസ്. മുകളിൽ L ഇൻറ്റു L³ L റൈസ് ടു 4 ഉണ്ട്, താഴെ L സ്ക്വയർ ഉണ്ട്. മുകളിലത്തെ L റൈസ് ടു 4ഉം താഴത്തെ L സ്ക്വയറും കൂടെ സോൾവ് ചെയ്താൽ മുകളിലൊരു L സ്ക്വയർ അല്ലേ. പിന്നെ ടൈം റൈസ് ടു -2. താഴെ കെൽവിൻ ടെമ്പറേച്ചർ ഉണ്ട്, കെൽവിൻ റൈസ് ടു -1. കണ്ടോ? സോ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഈസ് ഓൾസോ എ കോൺസ്റ്റന്റ് ഹാവിംഗ് ഡയമെൻഷൻ.
അപ്പോൾ എത്ര കോൺസ്റ്റൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്? ഹാവിങ് ഡയമെൻഷൻ. നോർമലി നമ്മൾ പറയുന്നത് കോൺസ്റ്റൻസിന് എന്തില്ല, യൂണിറ്റോ ഡയമെൻഷനോ ഇല്ലെന്നാ. ശരിയല്ലേ? ദേ ആർ എ നമ്പർ എന്നാ പറയുന്നത്. ബട്ട് ദർ ആർ സെവറൽ കോൺസ്റ്റൻസ് ഹാവിങ് ഡയമെൻഷൻസ്. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് നമ്മൾ എഴുതി നോക്കി, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എഴുതി നോക്കി, ബോൾസ്മാൻ കോൺസ്റ്റന്റ് എഴുതി നോക്കി. ഇനി അടുത്ത് നോക്കാം, കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അടുത്തത് ആരാണ്? കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, സോ വാട്ട് ഈസ് കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി? നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിക്കുന്നുണ്ട്. ഓക്കെ, കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. വിസ്കോസിറ്റി എന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒപ്പോസിംഗ് ഫോഴ്സാണ്. ലിക്വിഡ് മൂവ് ചെയ്യുമ്പോഴുള്ള ഒരു ഒപ്പോസിംഗ് ഫോഴ്സ്. ഇപ്പം അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. അവിടെ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെ, ഒരു ലിക്വിഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒപ്പോസിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് കോണ്ടാക്ട് ആൻഡ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അയ്യോ മിസ്, ഞങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്നാണോ? നമ്മൾ പഠിക്കും ഇതെല്ലാം. തൽക്കാലം ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി, ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. വി ബൈ എക്സിനകത്തെ വി വെലോസിറ്റിയും ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസുമാണ്. വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ്. വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ് വന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ടേം പറഞ്ഞത്, വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. മിസ് കൺഫ്യൂഷൻ വരുന്നു? പേടിക്കണ്ട, നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി. വി ഫോർ വെലോസിറ്റി, V for velocity, X for distance, F for force, A for area. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഇനി ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയപ്പോൾ കിട്ടിയ കോൺസ്റ്റന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് നമ്മൾ ഫോർത്ത് വൺ കൊടുത്തേക്കുന്നത്. ആൻഡ് ഹൗ ഇറ്റ് ഈസ് റെപ്രസെന്റഡ്? നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ദാണ്ട് ഇങ്ങനെ കാണിക്കുന്നത്, ഈറ്റ. ആരാ? ഈറ്റ. ഓക്കെ, ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് ഈറ്റ. So, coefficient of viscosity is represented by the letter eta. Eta A velocity by distance. അതിനെ നമ്മളൊരു പേര് പറഞ്ഞു, that is called as the velocity gradient. ഫിസിക്സിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ഗ്രേഡിയൻറ്റ് എന്ന് വിളിക്കാറുണ്ട്. വെലോസിറ്റിയെ ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ട് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. എനർജിയെ ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ എനർജി ഗ്രേഡിയൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെ ഒത്തിരി ഉണ്ട്. പൊട്ടൻഷ്യലിനെ ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് വിളിക്കും. അപ്പം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് വന്നതുകൊണ്ടാണ് ഗ്രേഡിയന്റ് എന്ന് വിളിച്ചത്. അത്രയൊക്കെ അറിഞ്ഞിരുന്നാൽ മതി. ഇപ്പം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. വി ഫോർ വെലോസിറ്റി ആൻഡ് എക്സ് ഫോർ ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈറ്റ എങ്ങനെ എഴുതാം? ഈറ്റ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എക്സ് ബൈ എ ഇൻറ്റു വെലോസിറ്റി. ശരിയല്ലേ? എഫ് ആരാ? നമുക്ക് ഇത് ഡയമെൻഷൻ എഴുതി പോകാം. മാസ് ക്യാപിറ്റൽ എം, ആക്സിലറേഷൻ എൽ ടി റൈസ് ടു -2, ഡിസ്റ്റൻസ് എൽ ബൈ ഏരിയ എൽ ഇൻറ്റു എൽ ആൻഡ് വെലോസിറ്റി എൽ ടി റൈസ് ടു -1. ശരിയല്ലേ? ശരിയാണോ നോക്ക്. ഫോഴ്സ് ആരാ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ, കറക്റ്റ് ആണ്. എൽ ടി റൈസ് ടു -2. എക്സ് ആരാ? ഡിസ്റ്റൻസ് ആണെന്നാ പറഞ്ഞത്, എൽ. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ് എൽ ഇൻറ്റു എൽ. വെലോസിറ്റി എൽ ടി റൈസ് ടു -1. ഇനി നോക്കാം, സോൾവ് ചെയ്യാം. എം ഒരെണ്ണം ഉണ്ട്, എൽ 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 സ്ക്വയർ ന്യൂമറേറ്ററിലും എൽ ക്യൂബ് താഴെയും. അപ്പം നമുക്ക് എഴുതാം. എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? എം റൈസ് ടു 1, എൽ സ്ക്വയർ അങ്ങ് പോയാൽ താഴെ ഒരു എൽ, അത് മേളി വരുമ്പോൾ -1, ടി റൈസ് ടു -1 മേളി വരുമ്പോൾ ടി റൈസ് ടു -3 ആയി മാറും. ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? എം റൈസ് ടു 1 കറക്റ്റ് ആണോ? എം റൈസ് ടു 1. എൽ കറക്റ്റ് ആണോ? എൽ എൽ മേളിൽ 2, താഴെ 3 എണ്ണം. അപ്പം താഴത്തെ ഒരെണ്ണം മേളിൽ വന്നു, എൽ റൈസ് ടു -1 ശരിയാണ്. ടി റൈസ് ടു -2 താഴെ ടി റൈസ് ടു -1. ടി റൈസ് ടു -2 ടി റൈസ് ടു -1 കൂടെ ക്യാൻസൽ ചെയ്താൽ what happens? Once more, t raised to -2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും t raised to -1 കൂടെ ക്യാൻസൽ ചെയ്താൽ what happens? എത്ര കിട്ടും നമുക്ക്? ഒരു t raised to -1 കിട്ടുള്ളൂ. ശരിയല്ലേ? t raised to -1 മേളി വരുമ്പോൾ +1 ആവും. -2 +1 കൂടെ -1. കറക്റ്റ്? കൂടണ്ടേ? സോ m raised to 1, l raised to -1, t raised to -1 is the dimension of coefficient of viscosity. തെറ്റരുത്. അതെ, ഇപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് വന്നപ്പോൾ മേളിൽ t raised to -3 വന്നത് കണ്ടോ? അപ്പം വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇക്വേഷൻസിനകത്ത് ഡയമെൻഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഫോർത്തും കഴിഞ്ഞു. നൗ വി വാണ്ട് ദ ഫിഫ്ത്ത് വൺ.
ശരിയല്ലേ? നമുക്കിനി ഏത് വേണം? ഫിഫ്ത്ത് വേണം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇല്ലേ, തേർഡ് വൺ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇല്ലേ, അതേപോലെ ഗ്യാസിനകത്തുള്ളൊരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഇക്വേഷൻ PV is equal to nRT now. Now the equation becomes, we will study it both in chemistry and in physics. രണ്ടിടത്തും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഇക്വേഷൻ ആണ് PV is equal to nRT, where P for pressure, V for volume, N is the number of moles. N ആരാണ്? number of moles. കേട്ടിട്ടുണ്ടോ? Yes, one of the fundamental physical quantity in SI. ഇതുവരെ നമ്മൾ അത് എടുത്തില്ലായിരുന്നു, ശരിയല്ലേ? ഇപ്പോഴാണ് നമുക്കൊരു മോൾ വെച്ച ഇക്വേഷൻ വന്നത്. R is called as the universal gas constant. ആരാണ്? R universal gas constant and T is temperature. T ആരാ? ടെമ്പറേച്ചർ. ഇടയ്ക്കേറി ടൈം ഒന്നും വിളിച്ചു പറയരുത്, അത് ടെമ്പറേച്ചർ. ഓക്കെ, now R is equal to PV by NT. കറക്റ്റ് ആണല്ലോ? പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ, വോളിയം L ക്യൂബ് ബൈ N നമ്പർ ഓഫ് മോൾസ്, മോൾ, ആൻഡ് T കെൽവിൻ. കറക്റ്റ് ആണോ? പ്രഷർ, ഫോഴ്സ് ബൈ ഏരിയ, വോളിയം L ക്യൂബ്, N number of moles. അപ്പോൾ യൂണിറ്റ് ആരായിരുന്നു നമുക്ക്? നമ്പർ ഓഫ് മോൾസ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോൾ, ആൻഡ് T is temperature, Kelvin. So taking together എന്ത് കിട്ടും? ഫോഴ്സിന് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, വോളിയത്തിൻ്റെ L ക്യൂബ്, താഴെ ഏരിയയ്ക്ക് L സ്ക്വയർ, മോൾ, കെൽവിൻ. ശരിയല്ലേ? ഇനി ഒന്ന് ശാക്കാം. L ക്യൂബ് മുകളിൽ, L സ്ക്വയർ ഡിനോമിനേറ്ററിൽ, L സ്ക്വയർ ക്യാൻസൽ ആയാൽ ബാക്കി L സ്ക്വയർ, T റേസ് ടു -2. കറക്റ്റ്. മോൾ ന്യൂമറേറ്ററിൽ എത്തുമ്പോൾ -1, കെൽവിൻ ന്യൂമറേറ്ററിൽ എത്തുമ്പോൾ -1. സോ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്? M L സ്ക്വയർ, T റേസ് ടു -2, മോൾ റേസ് ടു -1, Kelvin raised to -1. പേടിച്ചോ? നോ, ഇറ്റ് ഇസ് സോ ഈസി. നമ്മൾ ടോപ്പിക് പഠിക്കുമ്പോൾ ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്തുണ്ടല്ലേ എന്താണ് ഈ എഴുതുന്നത്. ഡയമെൻഷൻ എഴുതാൻ അറിയാം. വാട്ട് ഇസ് ദ ഇക്വേഷൻ? നമ്മൾ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും, ശരിയല്ലേ? അപ്പോൾ ഇക്വേഷൻ അറിയാവുന്നവർക്ക് സോ ഈസിയാണ്, നമ്മളത് പഠിക്കുമ്പോൾ നമുക്ക് ഈസിയാണ്. ക്ലിയർ? സോ ഈ 5 ക്വാണ്ടിറ്റീസ് നമ്മൾ എന്താ, ക്വാണ്ടിറ്റീസ് അല്ല, അവർ കോൺസ്റ്റൻസ് ആണ്. ഈ 5 കോൺസ്റ്റൻസ് എന്ത് കാണിച്ചു നമുക്ക്? The constants having dimension. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, എല്ലാ കോൺസ്റ്റൻസും ഡയമെൻഷൻലെസ് അല്ല. There are certain constants having dimension. One by one നമ്മൾ എല്ലാവരുടെയും ഡയമെൻഷൻസ് എഴുതി നോക്കി. ഓക്കെ, ക്ലിയർ ആണല്ലോ? 1 by 1 ഓരോന്ന് എഴുതി നോക്കണം, പെർഫെക്റ്റ് ആക്കി ഡയമെൻഷൻ കണ്ടുപിടിക്കണം. Correct? Okay, so now we understood there are some constants having dimension. Dimension ഉള്ള കോൺസ്റ്റന്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. Clear? Now ഇനി എന്താണ് നോക്കിയേ, നമ്മളോട് അവർ എന്താ പറഞ്ഞേക്കുന്നേ? There are quantities having unit. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുക. There are some quantities having unit but no dimension. യൂണിറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് യൂണിറ്റ് ഉള്ളവർക്ക് ഡയമെൻഷൻ കാണുമെന്നാ, ശരിയല്ലേ? പക്ഷേ യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. അങ്ങനെയുമുള്ള 2 ക്വാണ്ടിറ്റീസ് നമുക്കറിയാം. നമ്മൾ 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് പഠിച്ചില്ലായിരുന്നോ? ഇൻ ദ ഫസ്റ്റ് സെഷൻ വി ഹാവ് സ്റ്റഡീഡ് ഫണ്ടമെന്റൽ, ഡിറൈവ്ഡ് ആൻഡ് സപ്ലിമെന്ററി. അതിനകത്തെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആയിരുന്നു ആംഗിൾ, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. സോ ഫോർ പ്ലെയിൻ ആംഗിൾ നമ്മൾ പ്ലെയിൻ ആംഗിൾ ആണ് എടുക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ യൂണിറ്റ്? യൂണിറ്റ് പഠിച്ചു, ശരിയല്ലേ? റേഡിയൻസ്. യൂണിറ്റ് ഈസ് റേഡിയൻസ്. ഓക്കെ, റേഡിയൻസ്. ആൻഡ് സെക്കൻഡ് വൺ വാസ് സോളിഡ് ആംഗിൾ. അതും നമ്മൾ പഠിച്ചു, സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ ആരായിരുന്നു യൂണിറ്റ്? സ്റ്റെറേഡിയൻ. സ്റ്റെറേഡിയൻ, അതും നമ്മൾ പഠിച്ചു, ശരിയല്ലേ? സോ പ്ലെയിൻ ആംഗിളിനും സോളിഡ് ആംഗിളിനും യൂണിറ്റ് ഉണ്ട്. ഇനി ഒന്ന് എഴുതി നോക്കിയാൽ അതിൻ്റെ ഡയമെൻഷൻ. പ്ലെയിൻ ആംഗിൾ നമ്മൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഓക്കെ, L by L.
What is the dimension? M0, L0, T0. So the dimension is M0, L0, T0. നേരത്തെ എഴുതിയിരുന്നു നമ്മൾ ആംഗിൾ. Arc length by radius. M0, L0, T0. No dimension. എല്ലാം 1 into 1 into 1 is 1. So no dimension. But it has unit. Radians എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട്. കണ്ടോ? ഇനി സോളിഡ് ആംഗിൾ. നമ്മൾ എങ്ങനെയായിരുന്നു സോളിഡ് ആംഗിൾ പഠിച്ചത്? ഞാനൊരു കോൺ എടുത്തു, ശരിയല്ലേ? 3 dimensional ആയിട്ടുള്ള ആംഗിളാണ്. ഓക്കെ, ദിസ് ആംഗിൾ ഇസ് കോൾഡ് ആസ് എ സോളിഡ് ആംഗിൾ. അവിടെ നമ്മൾ ഇക്വേഷൻ ഒന്ന് റെപ്രസെന്റ് ചെയ്തായിരുന്നു, dA/r², where dA is a very small area by r². ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ബട്ട് വി നോ dA is a d means not a distance. സ്റ്റുഡൻസ്, കുട്ടികളെ, ഇത് dA എന്നതിനകത്ത് d is not a distance. d now refers, ഇവിടെയുള്ള d കൊച്ചേരിയ എന്നുള്ള അർത്ഥത്തിൽ. dA refers സ്മോൾ ഏരിയ എഴുതാം. നമുക്കറിയില്ലല്ലോ കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ട് സ്മോൾ ഏരിയ. dA ആരാ അവിടെ? സ്മോൾ ഏരിയ. r ആരാ? റേഡിയസ്. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ സ്മോൾ ഏരിയ ആണെങ്കിലും ഏരിയ അല്ലേ? L into L, L². റേഡിയസ് ലെങ്ത് അല്ലേ? L². സോ വാട്ട് ബിക്കംസ് ദ ഡയമെൻഷൻ? M0, L0, T0. കണ്ടോ? ഡയമെൻഷൻ എന്തായി മാറി? M0, L0, T0. അപ്പൊ എന്ത് മനസ്സിലായി? നമ്മൾ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കുമ്പോൾ there are certain physical quantities having യൂണിറ്റ് ഉണ്ട്, പക്ഷെ എന്തില്ല? ഡയമെൻഷൻ ഇല്ലെന്ന് മനസ്സിലായി. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അതും നമുക്ക് മനസ്സിലായി. ആൻഡ് പിന്നെന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്ട്രെയിൻ എക്സെട്ര ഹാവ് നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. അതായത് നമ്മൾ ഇനി പരിചയപ്പെടുന്നത് certain physical quantities, derived quantities, അവർക്ക് യൂണിറ്റുമില്ല, ഡയമെൻഷനുമില്ല. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. നേരത്തെ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് യൂണിറ്റും കാണും, ഡയമെൻഷനും കാണും, ശരിയല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. ആരായിരുന്നു? പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്? there are certain physical quantities, അവർക്ക് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ദ ഫസ്റ്റ് വൺ ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതാണ് ഫസ്റ്റ് വൺ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ലൈറ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ മ്യൂ. കേട്ടിട്ടില്ല? ഗ്രീക്ക് ലെറ്റർ മ്യൂ. ആൻഡ് വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. എൻ്റെ ലൈറ്റ് ആദ്യമേ എതിലേക്കൂടാ ട്രാവൽ ചെയ്യുന്നത്? വാക്വത്തിൽ കൂടിയാ. കേട്ടോ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം, ഒരു ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ കൂടിയുള്ള സ്പീഡ്. കണ്ടോ? അപ്പോൾ ഇതൊരു വലിയ ക്വാണ്ടിറ്റിയാണ്, നമുക്ക് ഒത്തിരി ഡിസ്കസ് ചെയ്യാനുള്ള. ഒപ്റ്റിക്സ്, ലൈറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒപ്റ്റിക്സിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷനകത്ത് മുകളിലും സ്പീഡാണ്, താഴെയും സ്പീഡാണ്. അത് ഇതിലേക്കൂടെ ആണെങ്കിലും സ്പീഡല്ലേ. വാട്ട് ഹാപ്പൻസ്? സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി lt raised to -1 by lt raised to -1. So what is the unit? No unit. What is the dimension? No dimension. M0, L0, T0. കണ്ടോ? യൂണിറ്റുമില്ല, ഡയമെൻഷനുമില്ല. ആർക്ക്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തൊരു ക്വാണ്ടിറ്റിയാ? യൂണിറ്റോ ഡയമെൻഷനോ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാ. ക്ലിയർ? സിമിലർലി രണ്ടാമത് നമ്മളിവിടെ സ്ട്രെയിൻ എഴുതിയേക്കുന്നു, ശരിയല്ലേ? സ്ട്രെയിൻ എന്താണെന്നറിയാവോ? നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സ്ട്രെയിൻ പലതരത്തിലുണ്ട്. നമുക്ക് ലീനിയർ സ്ട്രെയിൻ എടുക്കാം. അതായത് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതാണ് നമ്മുടെ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ. കേട്ടിട്ടുണ്ടോ? നമ്മൾ കേൾക്കും, പേടിക്കണ്ട കേട്ടോ. സോ സ്ട്രെയിൻ എന്താ? സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. മുകളിൽ ചേഞ്ച് ഇൻ ലെങ്താണ്, താഴെ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, എന്തായാലും ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് വെച്ചാലും ഒരു ലെങ്ത് അല്ലേ? 10 മീറ്ററിൽ നിന്ന് ഞാൻ 2 മീറ്റർ കുറച്ചു, 8 മീറ്റർ തന്നെയല്ലേ? അപ്പോൾ ഒരു ലെങ്ത് തന്നെയല്ലേ? അപ്പം മുകളിലും നമുക്ക് L കിട്ടി, താഴെ ഒറിജിനൽ ലെങ്ത്.
കട്ട് ചെയ്താൽ വാട്ട് ഇസ് ദ ഡയമെൻഷൻ? n0, l0, t0. നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. ഓക്കെ, ഇനിയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി കേട്ടിട്ടുണ്ടോ? റിലേറ്റീവ് ഡെൻസിറ്റി കൊച്ചു ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുള്ളതാ, അതുകൊണ്ടാണ് അതുകൊണ്ട് എഴുതിയത്, നമ്മൾ കേട്ടിട്ടുള്ളതായതുകൊണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി എന്താ? ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി, ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. കണ്ടോ? അപ്പൊ മുകളിലും ഡെൻസിറ്റിയാ, താഴെയും ഡെൻസിറ്റിയാ. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. മുകളിലും ഡെൻസിറ്റിയാ, താഴെയും ഡെൻസിറ്റിയാ. നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. ക്ലിയർ? ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? മാസ് ബൈ വോളിയം. ml⁻³ മുകളിലും വരും, ml⁻³ താഴെയും വരും. സോ വാട്ട് ഇസ് ദ ഡയമെൻഷൻ? n0, l0, t0. ക്ലിയർ ആയോ? അപ്പോൾ ഒരുപാട് തരത്തിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ശരിയല്ലേ? യൂണിറ്റും ഡയമെൻഷനും ഉള്ളവരുണ്ട്, യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. ആംഗിൾ, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ഇനി യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്ട്രെയിൻ, റിലേറ്റീവ് ഡെൻസിറ്റി ആൻഡ് സോ ഓൺ. ഓക്കെ, ക്ലിയർ? അപ്പൊ അങ്ങനെ പല ഡയമെൻഷൻസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് നമുക്കുണ്ട്. ക്ലിയർ? അപ്പൊ അതും നമുക്ക് മനസ്സിലായി, ശരിയല്ലേ? ഇനി ലാസ്റ്റ് ഒരു സെന്റൻസ് തന്നേക്കുന്നത് നോക്കിയേ. there is no quantity having dimension. നമ്മൾ പറഞ്ഞു ഡയമെൻഷനും യൂണിറ്റുമുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ട്, യൂണിറ്റ് ഉണ്ട് ഡയമെൻഷൻ ഇല്ല, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇനി യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ട്. ബട്ട് നെവർ, ഡയമെൻഷൻ ഉണ്ട് പക്ഷെ യൂണിറ്റ് ഇല്ല. യൂണിറ്റ് ഇല്ലാതെ ഡയമെൻഷൻ ഒരിക്കലും വരില്ല ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക്. യൂണിറ്റ് ഉണ്ടോ, ഡയമെൻഷൻ കിട്ടും. പക്ഷെ യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ വരാത്ത പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും പഠിച്ചു, ശരിയല്ലേ? ഇനി ഡയമെൻഷൻ ഉണ്ട്, യൂണിറ്റ് ഇല്ല എന്ന് പറയുന്നൊരു കണ്ടീഷൻ പോസിബിൾ അല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റിക്ക് യൂണിറ്റ് ഇല്ല എന്നൊരു കണ്ടീഷൻ നമുക്കുണ്ടാവില്ല. ഓക്കെ, ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പരിചയപ്പെടുത്തിയതാ ബേസ്ഡ് ഓൺ അവർ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, സോ ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഹൗ ടു റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് എ ഡെറൈവ്ഡ് ക്വാണ്ടിറ്റി. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്ത്? ഹൗ ടു റൈറ്റ്. കാരണം ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ പുതിയ ക്വാണ്ടിറ്റീസ് പഠിക്കും, അതിൻ്റെ എല്ലാം ഡയമെൻഷൻസ് അന്നേരം നമ്മൾ എഴുതിയും പഠിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ പരിചയപ്പെട്ടു. ആദ്യത്തെ 10 ഡയമെൻഷൻസ് തന്നത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആയിരുന്നു. സോ യു മേ ടേക്ക് ദ ഇക്വേഷൻസ് ആൻഡ് റൈറ്റ്. അല്ല, അറിയാൻ വയ്യാത്ത ഇക്വേഷൻസ് ഉള്ള ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, ഡയമെൻഷൻസ് എഴുതി പഠിക്കാം. ഓക്കെ, സോ ഹോപ്പിംഗ് ഇത്രയും ടോപ്പിക് നമുക്ക് മനസ്സിലായി, ക്ലിയർ ആണ്. ആൻഡ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സീ യു.